അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വ്യത്യസ്തമായ സ്ഥലത്തോട്ടാണ്. ഒരുപാട് ഇപ്പം ഈ സമീപകാലത്ത് ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മൃണാളിന്റെ ആ ഒരു ഹോട്ടലിനെ പറ്റിയിട്ട്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? യഥാർത്ഥത്തിൽ എന്താണ് അവസ്ഥ, കറക്റ്റ് ടേസ്റ്റ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പോയിട്ട് നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം. എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ്, എന്താണ് ഓവർ റേറ്റഡ് ആണോ, അല്ല വെറും മോശമാണോ, അല്ല മോശമാണെന്ന് ആൾക്കാർ വെറുതെ പറയുന്നതാണോ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ അവിടെ പോയിട്ട് നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതുപോലെ ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഞാൻ ഇന്നലെ താമസിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എന്റെ മൂന്നാർ വീഡിയോ, ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ അന്ന് നിങ്ങൾക്കൊരു സ്ഥലം പരിചയപ്പെടുത്തിയിരുന്നു, കോസിക്കോ എന്ന് പറഞ്ഞിട്ട്. കൊച്ചിയിൽ വന്നാല് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. കണ്ടോ, ഇവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തൃപ്പൂണിത്തുറയ്ക്കാണ് പോവേണ്ടത്. അപ്പം തൃപ്പൂണിത്തുറയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആദ്യം മെട്രോ കയറണം. ഇവിടുന്ന് നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ മഹാരാജാസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് മെട്രോ കയറാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ മഹാരാജാസ് മെട്രോ സ്റ്റേഷൻ. അവിടുന്ന് തൃപ്പൂണിത്തുറ പോയി ഇറങ്ങണം. അവിടെയാണ് ആ റെസ്റ്റോറന്റ് വരുന്നത്. നമ്മളിപ്പം ഇപ്പൊ സമയം 11:30 12 മണിക്കാണ് അവിടെ ഓപ്പണ്. പിന്നെ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെ രാത്രിയത്തെയും ഫുഡ് നമ്മൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്. എന്നിട്ട് 3 നേരവും കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ഇപ്പം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ സമയം 11:30 12 മണിക്കാണ് അവിടെ ആ റെസ്റ്റോറന്റ് ഓപ്പൺ ഉള്ളത്. അപ്പം 12 മണിക്ക് തൊട്ട് നമുക്ക് ഇന്ന് ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും രാത്രിയത്തെയും 3 നേരത്തെ ഫുഡ് നമ്മൾ ഇന്ന് അവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു കോൺവെന്റ് റോഡ് നേരെ വന്ന് കയറുന്നത് ഇവിടെ ഷേണൈസിന്റെ നേരെ മുന്നിലായിട്ടാണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. റൈറ്റിൽ നേരെ പോയാൽ മഹാരാജാസ് മെട്രോ സ്റ്റേഷനാണ്. ലെഫ്റ്റിലോട്ട് പോയാൽ MG റോഡ് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെ നല്ല ശക്തിയായിട്ടുള്ള മഴയൊന്നും പെയ്യുന്നില്ല. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് തന്നെയുള്ള അവസ്ഥയാണിത്. ഈ ഫുട്പാത്തിലൂടെ എങ്ങനെയാണ് പോവുക? ഇതാണ് കൊച്ചിയുടെ ഒരു യാഥാർത്ഥ്യം. ഇത്ര മോശമായിട്ട് കിടക്കുകയാണ്. ഒരാൾ പോലും ഇവിടെ ഒന്ന് വൃത്തിയാക്കാനോ തിരിഞ്ഞു നോക്കാനോ ഇല്ല. ഇതാണ് മഹാരാജാസ് മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് തൃപ്പൂണിത്തുറയ്ക്കുള്ള ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഇതാ ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന് 40 രൂപയാണ് ഒരാൾക്ക് തൃപ്പൂണിത്തുറയിലോട്ട് വേണ്ടത്. അങ്ങനെ അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി. ഇവിടുന്ന് തൃപ്പൂണിത്തുറയാണ് ലാസ്റ്റ് സ്റ്റേഷൻ, അവിടെ ഹാൾട്ടാണ്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒട്ടും തിരക്കൊന്നുമില്ല, മെട്രോ ഒക്കെ കാലിയാണ്, ആരുമില്ല. നമുക്ക് ഇവിടുന്ന് അപ്പൊ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മള് അവിടെ തൃപ്പൂണിത്തുറ എത്തേണ്ടതാണ്. തൃപ്പൂണിത്തുറയാണ് ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത്. മെട്രോയുടെ ആലുവയും തൃപ്പൂണിത്തുറയും വരെയാണ് നമ്മുടെ കൊച്ചി മെട്രോ വരുന്നത്. നമ്മുടെ ലാസ്റ്റ് ടെർമിനൽ സ്റ്റേഷനാണത്. ഞാൻ എൻ്റെ പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റി. കാരണം തൃപ്പൂണിത്തുറയേക്കാൾ വലിയ റെസ്റ്റോറൻറ്റ് മൃണാളിൻ്റെ വരുന്നത് ഇടപ്പള്ളിയിൽ നമ്മുടെ ലുലു മാളിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു തൃപ്പൂണിത്തുറ ചെറുതാണ്, അവിടെ പോകണ്ട, പകരം നമുക്ക് ഇടപ്പള്ളി പോവാം. ഇടപ്പള്ളി പോയിട്ട് ലുലു മാളിൻ്റെ ബാക്കിലായിട്ടാണ് മെയിൻ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഞാൻ ആദ്യം അത് നോക്കിയിരുന്നില്ല, 3 സ്ഥലത്തായിട്ട് കണ്ടപ്പം ഞാൻ ഒന്നങ്ങ് സെലക്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെയാണ് മെയിൻ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഇത് അവിടെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് ഈ ഒരു മെട്രോ കയറിയിട്ട് നമുക്ക് നേരെ പോയിട്ട് എടപ്പള്ളി ഇറങ്ങണം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഇവിടെ എടപ്പള്ളി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ലൊക്കേഷൻ നോക്കണം. ഇവിടെ അടുത്ത് തന്നെയാണ്, ലുലുവിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്കൊന്ന് ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ഇതാ ഒടുവിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി, ഹംഗ്രി മൃണാൾ. ഇനി നമുക്ക് ഇവിടെ കയറിയിട്ട് നോക്കാം. കയറി വരുമ്പം തന്നെ ഇവിടെ അവർ എന്തൊക്കെ ഐറ്റംസാണ് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതിന് ഇന്നത്തെ പ്രൈസ് എത്രയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് QR കോഡ് വഴി നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അത് സീറ്റിൽ പോയിരുന്നിട്ട് നമുക്കത് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ല ഇവിടെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഈ ഒരു ഔട്ട്ലുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റ് തോന്നിയിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ബില്ലിംഗ് ഏരിയ വരുന്നത്. അതിന് തൊട്ട് മുന്നിലായിട്ട് നമുക്ക് കിച്ചണോ അവർ കുക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും.
കണ്ടോ, നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ബില്ലിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇവരെ കിച്ചൺ വരുന്നത്. നമുക്കത് ഏത് സൈഡിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ വിസിബിളായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ അവർ സെറ്റ് ചെയ്തത്. നമുക്ക് കാണാം അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ. ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെയുള്ള ഈ ഒരു സലാഡും അച്ചാറും വെച്ച് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പായസം അടക്കം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വേണം വാങ്ങിക്കാൻ. ഞാൻ പപ്പടം ബില്ല് ചെയ്തിരുന്നു, പക്ഷെ അവരതെനിക്ക് തരാൻ മറന്നുപോയി. അപ്പം ഞാൻ പോയി ചോദിച്ചപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അവർ പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഒരു പീസാണ് ചിക്കൻ വരുന്നത്, കാരണം ഇതൊരു ഹാഫ് ബിരിയാണിയാണ്. നമുക്കത് കഴിച്ചു നോക്കാം എന്താ അവസ്ഥ നോക്കാം. ബിരിയാണി ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഇതാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ആയിരിക്കില്ല. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഒരു പൊരിച്ച കോഴി, അതായത് ഫ്രൈഡ് ചിക്കനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ കുറച്ച് മസാല കൂടുതലാണ്. നമ്മളെ കോഴിക്കോട് ബിരിയാണിയിലൊക്കെ അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണിയിലൊക്കെ മസാല കുറവായിരിക്കും പൊതുവെ. നമ്മളെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് മസാലയുടെ ഒരു അതിപ്രസരം കാണാനുണ്ട്. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പായസം അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ബിരിയാണി കഴിച്ചിട്ട് ഈ പായസം കൂടെ കുടിച്ചപ്പം സൂപ്പർ. ഇനി നമുക്കിതിൻ്റെ പൈസയിലോട്ട് വന്നാൽ, ഇതാ ഞാൻ ബില്ല് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഓരോന്നിന് എത്ര രൂപയാണ് അവരെടുക്കുന്നതെന്ന്. നല്ല കൂടുതലാണ്. പപ്പടത്തിനൊക്കെ 7 രൂപയാണ് എടുക്കുന്നത്. ഹാഫ് ബിരിയാണിക്ക് 140 രൂപയുണ്ട്. പൈസ നല്ല കൂടുതലാണ്, അതാണ് സത്യം. ഫുഡിന് ഇവർ വാങ്ങിക്കുന്ന പൈസ നല്ല കത്തിയാണ്, അതാണ് യാഥാർത്ഥ്യം. പക്ഷെ ടേസ്റ്റൊക്കെ കുഴപ്പമില്ല. അപ്പം ഞാനിവരുടെ ബാത്റൂം ഒന്ന് കയറി നോക്കിയതാണ്. ഇങ്ങനെയുണ്ട്, ക്ലീൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 12 മണിക്കാണ് ഓപ്പൺ ആയത്. ആ സമയത്താണ് ഞാൻ വന്നത്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ അഭിപ്രായം ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, പുള്ളി തന്നെ പല വീഡിയോസിലും ഞാൻ പറയുന്നിട്ടുണ്ട്, ആദ്യം ടോക്കൺ എടുത്തിട്ട് പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് പൈസയോടുള്ള ആർത്തി കൊണ്ടാണെന്ന് മൃണാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവിടെ അതാണ് സിസ്റ്റം. നമ്മൾ ആദ്യം ടോക്കൺ എടുക്കണം, നമ്മൾ ആദ്യം ബില്ല് ചെയ്യണം. അപ്പൊ അതൊരു കോൺട്രാഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട്. നമ്മള് ചീപ്പാന്നൊക്കെ തോന്നുമെങ്കിലും ബിരിയാണിക്ക് 140 രൂപ ഹാഫിനാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ ആ ഐറ്റംസ് ഓരോന്ന് വാങ്ങിച്ചത് സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട്. പപ്പടം പോലും 7 രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം പൈസ കൂടുതലാണ്, പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പുള്ളി തന്നെ ഓരോ ഹോട്ടലിലും പോയിട്ട് സൂപ്പില് അളവ് കുറവാണ്, ഇത്ര സ്പൂൺ സൂപ്പേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പം അങ്ങനത്തെ ആളൊന്ന് തുടങ്ങുമ്പം പുള്ളി അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ട്. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന പോലെയാണ്. വൃത്തിയൊന്നും ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. നിങ്ങൾ തന്നെ കണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും വൃത്തിയുടെ പ്രശ്നമുണ്ടെന്ന്? ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇനി നമുക്ക് പറ്റുവാണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരിക്കൽ കൂടെ പോയിട്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. അതുകൂടെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ ഏകദേശം സമയം രാത്രി ആയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കൽ കൂടെ അവിടേക്ക് തന്നെ പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ വീണ്ടും ഞാൻ എടപ്പള്ളി വന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഈ കാണുന്ന ലുലു മാളാണ്. ഇതിൻ്റെ പുറകിലായിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു രാത്രിയിലെ കൊച്ചിയുടെ ഭംഗി കണ്ടപ്പം ഒന്ന് ജസ്റ്റ് എടുക്കാൻ തോന്നിയിട്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ വീണ്ടും ഞാനിതാ ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് നമ്മൾ റിവ്യൂ പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം രാത്രി കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഉച്ചയ്ക്ക് ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം ഓപ്പൺ ചെയ്ത സമയമായിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ നോക്ക്, വൃത്തിയുടെ കാര്യത്തിലോ എന്തെങ്കിലും പ്രശ്നം ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പം ഞാനിതാ ഓർഡർ ചെയ്തത് ഒരു കപ്പയും പിന്നെ കായ ബീഫ് കറിയും പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസുമാണ്. ഇതാണ് കപ്പ വരുന്നത്, ഇതാണ് കായ ബീഫ് കറി, പിന്നെ അതിൻ്റെ കൂടെ ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബീഫ് കറി ട്രൈ ചെയ്യുന്നത്. അതുപോലെ കപ്പയും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മൂത്താണ്, നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയാണ്. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല ഉടച്ച കപ്പയില്ലേ അതുപോലെ ഉണ്ട്. അതുപോലെ ഈ ഒരു കറിയും നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല ചൂയി ആയിട്ടുള്ള ഒരു ഇറച്ചിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അധികം ഹാർഡായിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്, നല്ലപോലെ കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മസാലയൊക്കെ നല്ലപോലെ ഈ ഒരു കോമ്പിനേഷനിൽ എടുത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു മോശം ഫുഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കഴിക്കുമ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ക്വാണ്ടിറ്റിയും അത്യാവശ്യമുണ്ട്. കറി കുറച്ച് കുറവാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കപ്പയ്ക്ക് അത് ഓക്കെ ആണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസയുടെ കാര്യം ഇവിടെയും ഞാൻ വീണ്ടും പറയുന്നു, ഓവർ പ്രൈസ്ഡ് ആണ്. അല്ലാതെ വൃത്തിയുടെ കാര്യത്തിലൊന്നും എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ തന്നെ വന്ന് എടുക്കണം. ഗ്ലാസ്സൊക്കെ ഇതവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നോർമൽ വാട്ടർ, ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ. അതുപോലെ രാവിലെ ഞാൻ ഓപ്പൺ ചെയ്ത ആ ടൈമിലായിരുന്നു ഇവിടെ വന്നത്. ഇപ്പോൾ രാത്രി ആയപ്പോഴും ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവർ അതുപോലെ തന്നെ നീറ്റാക്കി തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ഒരു ഹോട്ടലിൽ വരുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ.
എൻ്റെ അഭിപ്രായം വീണ്ടും ഞാൻ പറയുകയാണ്, പ്രൈസ് കൂടുതലാണ് എന്ന് വെച്ച് ഞാൻ ഇതുവരെ കഴിച്ച ഏറ്റവും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കട ഇതൊന്നുമല്ല. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ പരാതിയൊന്നുമില്ല. പിന്നെ ഫുഡ് മേക്ക് ചെയ്ത കാര്യത്തിലോ അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ വൃത്തിയുടെ കാര്യത്തിലൊന്നും ഒട്ടുമില്ല, നല്ല വൃത്തിയുണ്ട്. അതുപോലെ ഇവിടെ ചായ, ജ്യൂസ്, ചെറുകടികൾ അതിൻ്റെയൊക്കെ ഐറ്റംസ് ഒക്കെ വരുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ചായയും ജ്യൂസൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് അകത്ത് കയറിയിട്ടും ഓർഡർ ചെയ്യാം, അതുപോലെ പുറത്ത് ഇവിടുന്നും ഓർഡർ ചെയ്യാം. ചെറുകടികളൊക്കെ ഇവിടെയാണ്. അങ്ങനെ 2 നേരമായിട്ട് ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഓക്കെ ഫീലാണ്. ഏറ്റവും ബെസ്റ്റ് ഫുഡ് പുള്ളി തന്നെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഇവിടെയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്കും കഴിച്ചു, ഇതപ്പോൾ രാത്രിയും കഴിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടുമില്ല. ഞാൻ നിങ്ങൾ ഓരോ സ്ഥലം എടുത്തെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് ചോദിച്ചാൽ ടേസ്റ്റിന്റെ കാര്യത്തിലോ വൃത്തിയുടെ കാര്യത്തിലോ, ഞാൻ എടുത്തു പറയുന്നു, വൃത്തിയുടെ കാര്യത്തിലോ ഒരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എന്റെ സത്യസന്ധമായ അഭിപ്രായം ഞാൻ പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് നമുക്ക് മറ്റുള്ളവരെ കൂടെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ട്, അത് നമ്മൾ ആരും ഒന്നും പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രശ്നവും അവിടെ എനിക്ക് തോന്നിയിട്ടില്ല. നല്ല റെസ്റ്റോറൻ്റ് ആണ്. അപ്പം മറ്റുള്ളവരോട് നമുക്കുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ കള്ളാക്കി പറയാൻ പാടില്ല. മൃണാൾ എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അയാളുടെ രീതികളോടും അയാൾ റിവ്യൂ പറയുന്ന രീതിയോടും അയാൾ പറയുന്ന കാര്യങ്ങളോടും ഒന്നും എനിക്കൊരു താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും ഇത്ര മോശമായ രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് അയാൾ. പക്ഷേ ആ എതിർപ്പ് അയാളോടാണ്. അല്ലാതെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കള്ളം പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാൻ പാടില്ല. അപ്പോൾ ആരും ആയിക്കോട്ടെ, ഒരു സ്ഥാപനം അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നു പറയാം. ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഒരു വ്യക്തിയോട് നമുക്ക് എതിർപ്പുണ്ട് എന്ന് വെച്ചിട്ട് ഒരു സ്ഥാപനത്തിനെ നമ്മൾ ഇല്ലാത്തത് പറഞ്ഞിട്ട് മോശമാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പം എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മറിച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു എളിയ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടപ്പം എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണം തോന്നി. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.